നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നതാണ് നോക്കുന്നത് കേട്ടോ. അവരിപ്പോൾ ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സിലാണ്, മെമ്മറീസിലാണെന്നാണ് കേട്ടോ കാണുന്നത്. ഒരുപാട് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ മെമ്മറീസ്, നൊസ്റ്റാൾജിയ കണ്ടില്ലേ. എനിക്ക് തൊട്ട് മുമ്പത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലും ഇത് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. അതിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ് ആൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേരുകൾ പലപ്പോഴും പല സിറ്റുവേഷനിലും കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൊത്തമുള്ള നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന പാട്ടുകൾ, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പല മുമ്പിലും ഒരുപാട് തോട്ട്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് ദ നൊസ്റ്റാൾജിയ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. മെമ്മറീസാണ്, ഒരുപാട് മെമ്മറീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവോയ്ഡൻസ് ഉണ്ട്, അതായത് അവരിപ്പോൾ എല്ലാ കാര്യങ്ങളിൽ നിന്നും കാര്യത്തെ അവോയ്ഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലും ഓൾമോസ്റ്റ് കുറേയൊക്കെ സെയിം ആയിട്ട് വരുന്നുണ്ട്. അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഓപ്ഷനുകളും ഓഫറുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് വിടുകയാണ് അവർ. അപ്പോൾ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും സെപ്പറേഷൻ സ്റ്റേജ് ആണ്. ഇവിടെ ഒരുപാട് കാലമായിട്ടുള്ളൊരു സെപ്പറേഷൻ സ്റ്റേജൊക്കെ ഇവിടെ വന്നിട്ടുള്ളവരും കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് ഇവിടെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരു ആക്ഷൻ എടുക്കുകയോ ഇല്ലയോ എന്നാണ്. ആക്ഷൻ കാർഡ് എന്ന് പറഞ്ഞായിട്ട് എനിക്കിവിടെ വന്നിട്ടില്ല. പക്ഷേ പറയാതെ പറയുന്നത് അവർ എന്തെങ്കിലും തരത്തിൽ, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് അവരുടെ മൈൻഡൊക്കെ ഫുള്ള് എന്താ പറയുക നെഗറ്റിവിറ്റി, നിങ്ങളുടെ മെമ്മറീസ്, തോട്ട്സൊക്കെ കൊണ്ട് പൊട്ടാറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരുപാട് മെമ്മറീസ്, ഒരുപാട് സങ്കടങ്ങൾ ആളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയല്ല എന്നുള്ളൊരു തോട്ട്സ്, ഒരു എന്താ പറയുക ഒരു റിയലൈസേഷൻ ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീർപ്പ് മുട്ടിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ എങ്ങനെയാണെങ്കിലും ആളുടെ ഒരു ആക്ഷനായിട്ട് അവരിവിടെ കാണിക്കുന്നില്ലെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് നേടിയെടുക്കാനായിട്ട് അവരെ ഭാഗത്ത് നിന്ന് അവർ പല രീതിയിലും ട്രൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സെൽഫായിട്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അമ്പലത്തിൽ പോയിട്ട് പ്രേ ചെയ്യുന്നതോ, എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ, എന്തെങ്കിലും പ്രയറുകൾ, എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളുടെ ഒന്ന് മിണ്ടിയാൽ മതി, കണ്ടാൽ മതി എന്നുള്ളൊരു തോട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് അതിൽ നിന്ന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു റീഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അഗെയിൻ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ റീഗ്രോത്ത്, ഒരു റീയൂണിയൻ അവർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചെയ്തിട്ടുള്ളതൊന്നും അവരുടെ ഭാഗത്ത് ശരിയില്ല. അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് തർക്കിച്ച് നിന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അവർ ആ ഒരു സമയത്തേക്ക് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാഗത്താണ് ശരി, ഞാനങ്ങനെ ചെയ്തതാണ്, അതിങ്ങനെ നിന്റെ കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. ചെയ്ത എന്താ പറയുക ആ ഒരു കാര്യം തെറ്റ് തന്നെ ആയിരുന്നു എന്ന് ആളുടെ മനസ്സിൽ ആ ഒരു നല്ല രീതിക്ക് കുറ്റബോധം കാര്യങ്ങളും വന്നിട്ടുണ്ട്. പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോളജി കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തൊക്കെ തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ആളെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളും അവിടെ മിണ്ടാണ്ടിരുന്നിട്ടില്ല, നിങ്ങളും തിരിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിലും അവർ സ്വമനസ്സാലെ ക്ഷമിക്കുന്ന ഒരവസ്ഥ. കാരണം എൻ്റെ തെറ്റുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു, അങ്ങനെ ഒരു വ്യക്തിയല്ല നിങ്ങൾ, ഇങ്ങനെയൊക്കെ പറയും മാത്രം ഒരു വ്യക്തിയല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ട് ആ തെറ്റ് ക്ഷമിക്കാൻ പറ്റാതായപ്പോൾ വന്നു പോയിട്ടുള്ള വാക്കുകളാണെന്നുള്ളത് ആൾക്ക് മനസ്സിലാകുന്നുണ്ട്. സ്വയം തെറ്റ് ചെയ്തു എന്നുള്ളൊരു എന്താ പറയുക ഒരു ധാരണ ആളുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിന് അപ്പോളജി ചെയ്യുന്നുണ്ട്. അതായത് അപ്പോളജി ആയിട്ട് വന്നിട്ടുണ്ട് മനസ്സിൽ. ഫോർഗീവ്നെസ്സും ഉണ്ട്, അതായത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആൾ ക്ഷമിച്ചിട്ടുണ്ട്. അത് ക്ഷമിക്കാനായിട്ട് ആളെ കൊണ്ട് പറ്റുന്നുണ്ട്. കാരണം ആളെ ഭാഗത്താണ് തെറ്റ്, ആളിങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ ചെയ്തത് എന്നുള്ളൊരു കാര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആക്ഷനായിട്ട് ആൾ ചെയ്യുന്നത് ആൾക്ക് സ്വയമായിട്ട് പ്രയറുകൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഡയറക്റ്റ് വന്ന് നിങ്ങളൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു മെസ്സേജ് അയക്കാനോ ആൾക്ക് ധൈര്യം പോരാ.
പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിലും ആൾ ട്രൈ ചെയ്യും. പ്രയറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട് വഴി നിങ്ങൾ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു എന്താ പറയുക നിങ്ങളുടെ സ്റ്റാറ്റസ് വാച്ച് ചെയ്യുക. ഇത്രയും നാളും ചിലപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇനി മുതൽ നിങ്ങളൊന്ന് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നിങ്ങളെ മേ ബി നിങ്ങളുടെ സ്റ്റോറീസൊക്കെ നോക്കി ഒന്ന് മേ ബി കമൻറ്റോ ലൈക്കോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ എല്ലാവർക്കും അല്ല കേട്ടോ, ചെറിയ രീതിയിലെങ്കിലും ചെറിയ പേഴ്സൻറ്റേജ് എങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാർക്കെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രയറുകൾ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഇനിയും കിട്ടണേ എന്നുള്ളൊരു പ്രയർ അത്തരത്തിലൊക്കെ പറയുന്നുണ്ടായിരിക്കാം. ചിലർ ഇവിടെ എന്താ പറയുക നമ്മളെ ചാത്തൻ സ്വാമിക്കൊക്കെ ഒഴിഞ്ഞു വെക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ തരണമെന്നും പറഞ്ഞിട്ടൊക്കെ ₹1 കോയിനൊക്കെ ഒഴിഞ്ഞു വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പറയാൻ കാരണം ഇവിടെ അഗെയിൻ ഒരു ഫുൾഫിൽമെൻ്റ് എന്നുള്ളൊരു കാർഡും വന്നിട്ടുണ്ട് ആൻഡ് സെലിബ്രേഷൻ എന്നുള്ളൊരു കാർഡും വന്നിട്ടുണ്ട്. അതിനർത്ഥം പിന്നെ റിന്യൂവൽ, അതായത് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ മറന്നുകൊണ്ട് റിന്യൂവൽ ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അഗെയിൻ നിങ്ങൾ ഒരു വിഷ്, നിങ്ങളുടെ വിഷ് എന്തായിരുന്നോ അത് ഫുൾഫിൽമെൻ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാർഡ് ഇവിടെ കെടുക്കുന്നുണ്ട്. ആൻഡ് സെലിബ്രേഷൻ, ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ളൊരു നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കാർഡ് എന്തിനാ ഈ റീഡിങ് കാണാൻ വന്നത്, നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കോ നിങ്ങളുടെ അപ്പോൾ ആഗ്രഹം എന്തുകൊണ്ടൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു റീയൂണിയൻ, കാരണം ഇവരുമായിട്ടുള്ളൊരു റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് കൂടിച്ചേരുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം നിങ്ങൾക്ക് ഈ ലൈഫിൽ വേറെ ഒന്നിനും കിട്ടുന്നുണ്ടായിരിക്കില്ല. അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ആ ഒരു കാര്യമാണ് യൂണിവേഴ്സ് എനിക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. സെലിബ്രേഷൻ ആണ് ആൻഡ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഇനിയുള്ള റീയൂണിയനിൽ നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകളൊക്കെ അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേസ് എങ്ങാനും ഈ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആളുടെ ഒരു മെസ്സേജോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. ഹാർമണി, സ്റ്റെബിലിറ്റി, ഒട്ടുമിക്ക കാര്യത്തിലൊരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ എഗെയിൻ അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലൂടെ ആയിരിക്കും നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കാൻ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോഴും വളരെയധികം കൺഫ്യൂഷൻ സ്റ്റേജ് ആളിൽ കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ. പക്ഷെ അത് മാറും. കൺഫ്യൂഷൻ ഉണ്ട്, ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഒരുപാട് ഇല്യൂഷൻസ് അവിടെ നടക്കുന്നുണ്ട് മനസ്സിൽ. അത് മാത്രമല്ല നിങ്ങൾക്ക് അവരറിയാതെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ടെലിപ്പതിയിലൂടെയൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും അവർക്കും എന്തൊക്കെയോ അറിയുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത്. ആ ഒരു പേഴ്സൻ്റെ, അതായത് നിങ്ങളെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, അറിയാതെ തന്നെ അറിയുന്നുണ്ട്. ഡ്രീമിലൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മെമ്മറീസ്, നൊസ്റ്റാൾജിയ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. ഓക്കെ.